ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മല്ലി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം അത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. മല്ലി ഒന്ന് പൊട്ടുന്ന പരിവാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ മല്ലി ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുത്തെടുക്കാനുള്ളത് വറ്റൽമുളകാണ്. ഞാനിവിടെ 15 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുത്തെടുക്കാനുള്ളത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പരിപ്പുവടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പില്ലേ, അതാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ ഞാനിവിടെ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉഴുന്ന് പരിപ്പായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഉലുവയും 1 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉലുവയും കടുകൊന്നും അധികമൊന്നും വേണ്ട, ഒക്കെ കുറച്ച് മതി. അപ്പോൾ ഉലുവയും തന്നെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെല്ലാം തനിയെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതെല്ലാം ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ വേണ്ടത് കുരുമുളകാണ്. അതും 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ടൈമാണിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. അതാണ് എല്ലാം സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ്. ഞാനിവിടെ 2-3 തണ്ട് കറിവേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറിക്കോളും. അപ്പോൾ കറിവേപ്പില റോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിക്കായാണ്. അപ്പോൾ ഞാനൊരു ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് റോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കായം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കായപ്പൊടി നമ്മളിത് പൊടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതെല്ലാം തണുത്തതിന് ശേഷമാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ചൂടോട് കൂടി ഒരിക്കലും പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം അത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടതിന് കളറ് കുറച്ച് കുറവാണ്. നമ്മൾ സാധാരണ വറ്റൽമുളകാണ് ചേർത്തിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി, ഒരു കളറിന് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വറ്റൽമുളകിന് പകരം കാശ്മീരി റെഡ് ചില്ലി എടുത്ത് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 15 എടുത്തതിന് പകരം 30 എടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ മതി. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാമ്പാറും പൊടി ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്